ഒന്ന് നിൽക്കുവോ? സഫ്ന എന്നല്ലേ പേര്? അതെ. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? എൻ്റെ ഭർത്താവിൻ്റെ പേര് മനാഫ് എന്നാണ്. ആദ്യ ഭർത്താവിൻ്റെ പേരും കൂടി മറക്കാൻ അത്ര വെറുപ്പായ ആളിനെ? എന്തിനെങ്ങനെ നോക്കണ്? പേടിക്കൊന്നും വേണ്ട, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതൊന്നല്ല. ഇത്രയ്ക്ക് പാവായ ആരായാലും ഒന്ന് മുതലെടുക്കും. സഫ്നക്ക് തിരക്കുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ? 4 കൊല്ലം മുമ്പാണ് എൻ്റെ ഹസ്ബൻഡ് ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അതിനുശേഷം കല്യാണം വേണ്ട പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു ഞാൻ. ഈ ആലോചന വന്നപ്പോഴും ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവർ ഒഴിവാകുന്ന വഴി കാണാണ്ടായപ്പോഴേ അവസാനം സമ്മതിച്ച് പോയതാണ്. ആദ്യ ഭാര്യ സ്വന്തം ഭർത്താവിനെ ഇട്ടിട്ടേ വേറൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ കഥകളൊക്കെ കേട്ടപ്പോൾ പ്രവാസിയായിട്ടുള്ള ഒരാളുടെ അടുത്ത് തോന്നിയ സെൻറ്റിമെൻറ്റ്സും അങ്ങനെ അവസാനം സമ്മതിച്ചു. എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്തൊക്കെ അവൻ്റെ പെരുമാറ്റവും സംസാരമൊക്കെ കണ്ടപ്പോൾ നല്ല സ്നേഹമുള്ള ആൾക്കാരെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ അവിടുത്തെ ഉമ്മാൻ്റെ സ്വഭാവം എനിക്ക് ഏകദേശം മനസ്സിലായി. എന്താ ഉണ്ടായി? ചായ കുടി കഴിഞ്ഞാ? ആ, കഴിഞ്ഞു. ആ, എന്താ നിന്റെ പേര്? ഷാഹിന. ഇങ്ങോട്ട് വരീം താത്താ. ഇല്ല, പോട്ടെ. നിന്നെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയതാ. ഉം. താത്തൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ? ആ, കുറച്ചങ്ങോട്ട് പോണം. ചിലപ്പോൾ നീ നിൽക്കണവിടെ നോക്കിയാൽ കാണും. അവിടെ ഒരു ഓടിട്ട വീട് കാണില്ലേ? ആ, അതന്നെ. ആ, ഇവിടെ ആരുടെ ഈ വർത്താനം പറയണ? ഇവളാണ്. എൻ്റെ പേരക്കുട്ടി സ്കൂൾ വിട്ട് വരാനായേ. അപ്പോൾ സ്കൂൾ ബസ് മേലെ ആ റോട്ടിലേ നിർത്തുള്ളൂ. അപ്പോൾ അവളിനെ വിളിച്ചിട്ട് വരട്ടെ പറഞ്ഞിട്ട് പോവുക ഞാനേ. അതെ. എന്നാ ശരി, ഞാൻ പോട്ടേട്ടാ. ഒഴിവുപോലെ പിന്നെ വരാം. ആ, ശരി. ഉം. എന്താ അവള് പറയണ്? അവരെന്നെ കണ്ടപ്പോ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു. ആ, വലിയ അടുപ്പത്തിനൊന്നും പോണ്ട അതിൻ്റെ അടുത്ത്. അതിൻ്റെ സ്വഭാവം അത്ര നല്ലതൊന്നല്ല. അപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാരൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടേ നാട് നീളിങ്ങനെ പറഞ്ഞും കൂടെ നടക്കും. അതാണ് അവളുടെ മെയിൻ പണി. ആകാശവാണി എന്നാണ് എല്ലാവരും അവളിനെ ഇവിടെ വിളിക്കുക. ആ, ഇപ്പം മിണ്ടിയത് പോട്ടെ. ഇനി കണ്ടാലും കാണാത്ത പോലെ ഇരുന്നാൽ മതി. അതെങ്ങനെയാണ് നമ്മുടെ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ഒന്നും മിണ്ടാണ്ടിരിക്കുക? ഒന്നും മിണ്ടാണ്ടിരുന്ന അവർക്ക് എന്തെങ്കിലും തോന്നില്ലേ? അവൾക്ക് ഇപ്പം എന്തെങ്കിലും തോന്നിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ മരുമകൾ അവൻ്റെ അടുത്ത് മിണ്ടിയില്ല പറഞ്ഞിട്ട് നാട് നിങ്ങൾ പറഞ്ഞും കൂടെ നടക്കുകയാണെങ്കിലേ നടന്നോട്ടെ തന്നെ ഞാൻ വിചാരിക്കുള്ളൂ. എന്നാൽ എനിക്ക് കുഴപ്പമുണ്ട്. എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് സംസാരിച്ച് പറഞ്ഞാലേ മിണ്ടാണ്ടിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങൾ പറയും പോലെയുള്ള സ്വഭാവമൊക്കെ അവർക്ക് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും. അത് വേണ്ടെന്ന് പറയാനൊന്നും ഇവിടെ ആർക്കും അധികാരമില്ല. ഇതെന്താ ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെ? ഈ കണക്കിന് പോയ അവൾ എന്നെ ഒരു കളി കളിപ്പിക്കും. ഫോണ് കാണായിരിക്കും അല്ലേ? ഇപ്പുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു പണിയാണ് അല്ലേ? ഇത്തിരി നേരം ഒഴിവ് കിട്ടി പറഞ്ഞാൽ ഇങ്ങനെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുക. വീട്ടിൽ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാലോ ആള് വട്ടം ഫോണും ഉണ്ടാവും. എന്നിട്ട് ഇത്തിരി നേരം ഒഴിവ് കിട്ടിയാലേ അത് നോക്കിക്കൊണ്ടിരിക്കലാണ് ഒക്കത്തിനും പണി. എനിക്കുണ്ട് ഇതുപോലൊരു കുന്ത്രാണ്ടം. ചെക്ക ഇതിന്റെ മുമ്പത്തെ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നതാ എനിക്ക്. എനിക്കതിൽ അങ്ങനെ ഓണാക്കാനും ഓഫാക്കാനും ഒന്നും അറിയണില്ല. പെണ്ണ് കുറേ പഠിപ്പിച്ചു തരാനൊക്കെ നോക്കി. എവിടെ മണ്ടേ കയറിന്. ഒന്ന് വിളിക്കാനറിയും. അവൻ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടിട്ട് വിളിക്കില്ലേ? അത് മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ അത് കഴുത്തിലും കാതിലും ഒന്നും ഇടാത്തത്? ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തിടായിരുന്നില്ലേ? എനിക്കങ്ങനെ ഓർണമെന്റ്സ് ഇടുന്നതൊന്നും ഇഷ്ടമല്ല. സിമ്പിളായിട്ട് ഇങ്ങനെ ഓരോന്ന് തന്നെ ഇടുള്ളൂ ഞാൻ. അതെ, ഓരോരുത്തർക്ക് ഇടാൻ കിട്ടാണ്ട്. എവിടെ എന്നിട്ട് അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? അലമാരയിൽ നേരെ എടുത്തു വെച്ചിട്ടില്ലേ? നേരെ വെക്കിയിട്ടാ. അങ്ങടും ഇങ്ങടെ പോകുമ്പോഴൊക്കെ അലമാര പൂട്ടിയിട്ടുണ്ടോന്നൊക്കെ നോക്കിയിട്ട് പോ. ഉം. എൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കണം എന്നാ. ഞാൻ വേണമെങ്കിൽ എൻ്റെ അലമാരയിൽ കൊണ്ടുപോയി വെക്കാം. അവിടെ ആകുമ്പോൾ ഒരു പേടിയും പേടിക്കണ്ട. വേണ്ട വേണ്ട. അതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളായിട്ട് അതൊക്കെ ലോക്കറിൽ കൊണ്ടുപോയി വെക്കണം.
കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി വെക്കണം വിചാരിച്ചതാ. ഇക്കാക്ക് ഒഴിവില്ലാത്തോണ്ടാ. അതെ. ആ. എന്നിട്ട് ഒക്കെ കൊണ്ടുപോയി വെക്കന്നെ? ആ, ഞാൻ ഇട്ടത് ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കൊണ്ടുപോയി വെക്കണം. പിന്നെ എന്തിനാ വെറുതെ ഇവിടെ വെക്കണ്? ആ. എന്നാലേ അതിന് ഒരു മാല അവിടെ മാറ്റി വെക്കോ? ആ പെണ്ണിന് ഇടാൻ കൊടുക്കാനേ. അതിന് അടുത്ത ആഴ്ച അവൻ്റെ കുടുംബത്തിൽ ഏതോ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിന് പോകുമ്പോൾ ഒന്നും ഇടാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അവള്. അവൾക്കിപ്പോൾ വീട് പണി നടക്കുക കാരണേ അവളുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ കുറച്ച് വിൽക്കും, ബാക്കിയുള്ളതൊക്കെ പണയം വെക്കുകയും ചെയ്തൊക്കെയാണ്. അതുകൊണ്ട് അവൾക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒന്നും ഇടാനില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇടാൻ കൊടുത്താലേ അവൾ അത് കഴിഞ്ഞു പറഞ്ഞിട്ട് തിരിച്ചു തരുകയും ചെയ്യും. ആ, അതെന്തായാലും വേണ്ട. എനിക്ക് എൻ്റെ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനൊന്നും ഇഷ്ടമല്ല. എൻ്റെ വീട്ടുകാർ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഇത്രയും സ്വർണ്ണങ്ങൾ തന്നിക്കുന്നത്. അത് എൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്, അല്ലാണ്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനല്ല. ഇല്ലെങ്കിൽ ഇല്ലാത്ത പാട്ടിലിരിക്കണം. എന്തിനാ വേറൊരാളുടെ തിരക്കാൻ നിൽക്കുന്നത്? ഞാനൊക്കെ അങ്ങനെ പഠിച്ചിക്കണം. ചോറ് അടുപ്പത്തുണ്ട്, അത് എന്തോ നോക്കട്ടെ എന്നാ. അന്നത്തോടെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആദ്യത്തെ മരുമകളെ പോലെ ഒരു പാവമല്ല, എൻ്റെ അടുത്ത് അവൻ്റെ ഒരു അടവും നടക്കില്ല എന്നൊക്കെ. റുക്കിയത്താത്തി ഞാനും നല്ല കമ്പനിയാണ്. അവരെപ്പോഴും നിന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറയും, ഒരു പാവമായിരുന്നു, അവർ നിന്നെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വേലക്കാരിനെ പോലെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. എന്നിട്ട് എങ്ങനെ നിനക്ക് എന്നെ കണ്ടത് മനസ്സിലായി? അത് വേറൊരു സംഭവം. ആ, കല്യാണ ആൽബം കിട്ടിയപ്പോ എത്ര പെട്ടെന്ന്? ഞാൻ കണ്ടിരുന്നത് എപ്പോഴോ കൊണ്ടുവന്ന്. ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ അല്ല, കാൻ്റെ ആദ്യത്തെ കല്യാണ ആൽബമാണ്. ഇവിടെയൊക്കെ വൃത്തിയാക്കുമ്പോൾ കിട്ടിയതാ. പോയവൾ എന്തിനാണ് അതൊക്കെ ഇവിടെ ബാക്കി വെച്ചിട്ട് പോയത്? നീ അത് അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാ? ആ വേസ്റ്റ് കത്തിക്കണേലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്. എനിക്ക് അവളുടെ കാര്യം ആലോചിക്കുന്നത് തന്നെ ദേഷ്യമാണ്. എന്തമ്മ കാരണം? അവൾക്ക് എൻ്റെ അത്ര സ്വത്തും മുതലൊന്നും ഇല്ലാത്തതുകൊണ്ടാ, അതോ അവൾ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് ഇവിടെ സഹിച്ചു കഴിഞ്ഞതുകൊണ്ടോ അവളുടെ അത് ഇത്ര ദേഷ്യം ഉമ്മാക്ക്? ഷായിന, നീ വെറുതെ കാര്യം അറിയാണ്ട് വർത്താനം പറയാൻ നിൽക്കണ്ടാട്ടാ. കയ്യിൽ കുറേ കാശും കാണാത്തൊരു തൊലി കൊളുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അഹങ്കാരമൊക്കെ നീ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. എന്നെ ഭരിക്കാൻ വന്നാലേ എൻ്റെ തനി സ്വഭാവം അറിയും നീ. നീ എന്താ അറിയാനുള്ളത്? നിങ്ങളെ പോലെ ഒരു വൃത്തികെട്ട സ്ത്രീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിർത്തടി, നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞിട്ട് എന്തും വിളിച്ചു പറയാന്ന് വിചാരിച്ച നീ? ഇതാ നോക്ക്, എൻ്റെ അടുത്ത് നല്ല പോലെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നിനക്ക് ഇവിടെ കഴിയുക. അതല്ല വലിയ ആളാകാൻ നോക്കേണ്ടല്ലോ. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നേ നിന്നെ എടുത്തു കളയാൻ എനിക്ക് അത്ര സമയമൊന്നും വേണ്ട. നിങ്ങൾ എന്താ എന്നെ പേടിപ്പിക്കുക? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ മകനെയും കൊണ്ട് ഓരോ പെൺകുട്ടികളും ജീവിതം വെച്ച് കളിക്കാന്നാ? എന്നാലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാനിവിടെ ആരുടെ ഔദാര്യത്തിലല്ല കഴിയുന്നത്. ഈ വീടേ ഇപ്പം എൻ്റെ പേരിലാണ്. നിങ്ങളുടെ മകനെ ഈ വീടിൻ്റെ പേരിൽ ലോൺ എടുത്തതും എന്നിട്ട് അത് അടയ്ക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? എങ്ങനെ അറിയണില്ലേ? മകൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയാണ്ട് ഒക്കെ മകൾക്ക് തയ്ച്ചു കൊടുക്കാനല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇക്ക ഗൾഫത്തെ പണി ഒഴിവാക്കിയിട്ടാണ് ഇപ്പം നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. നിക്കാക്ക് ആദ്യം നാട്ടിലൊരു പണി ശരിയാവണം. അതിൻ്റെ ഇടയിൽ ഈ ലോണൊക്കെ അടയ്ക്കുക പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടുകാരടുത്ത് പറഞ്ഞപ്പോഴേ എൻ്റെ വീട്ടുകാർ ഇക്കാക്ക് കാശ് കൊടുത്തിട്ട് ഈ വീടിൻ്റെ ആധാരം എടുപ്പിച്ചു. എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ എൻ്റെ സേഫ്റ്റിയും കൂടി നോക്കണ്ടേ? അതുകൊണ്ട് കയ്യോടെ ഈ വീട് എൻ്റെ പേരിലേക്ക് അങ്ങോട്ട് എഴുതി വാങ്ങി. ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ല പറഞ്ഞാലേ എന്തെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് ഇതുപോലെയൊക്കെ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നിങ്ങൾ എൻ്റെ അടുത്ത് ചെയ്ത പോലെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് കാട്ടാൻ പറ്റില്ല. നല്ല പോലെയൊക്കെ ഇരുന്നാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇവിടെ സുഖമായിട്ട് കഴിയുക. അതല്ല വലിയ അമ്മായിമ്മ പോര് കാട്ടാൻ നിന്നാലേ എവിടേക്കാച്ച ഇറങ്ങി പോകേണ്ടി വരും. അറിയാലോ നിങ്ങളുടെ മകളുടെ സ്വഭാവം. നിസ്സാരം ഒരു പനിയായിട്ട് കിടന്നിട്ട് തന്നെ തിരിഞ്ഞു നോക്കാത്ത ആളാണ്. അങ്ങനെയുള്ളവളൊക്കെ നിങ്ങൾ തീരെ കിടപ്പിലായി പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നു തോന്നുന്നുണ്ടോ? ഒന്നില്ലെങ്കിൽ ഇത്ര വയസ്സും പ്രായമൊക്കെ ആയില്ല നിങ്ങൾക്ക്. ഇനിയെങ്കിലും ഈ വൃത്തിയുടെ സ്വഭാവമൊക്കെ മാറ്റിയിട്ടേ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കി. ആ സംഭവത്തിന് ശേഷം ഉമ്മക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പം ആ പഴയ അമ്മായിമ്മയൊന്നും അല്ല. വല്യോടിന് സിംഹം എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? ഇപ്പം അത് അമ്മാൻ്റെ അവസ്ഥ.
റുക്കിയത്താത്ത എപ്പോൾ നോക്കിയാലും നിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. നിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് 100 നാക്കാണ്. ഒരു പാവായിരുന്നു, അവർ നിന്നെ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇനി അതന്നെ ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട. ഇപ്പം നീ ഹാപ്പി അല്ലേ? നീ നല്ലൊരു ജീവിതം വരികയാണെന്നുണ്ടെങ്കിലേ അതിന് ഇറങ്ങാൻ നോക്ക്. നീ വിചാരിക്കും പോലെ എല്ലാ മനുഷ്യന്മാരും ഒരേപോലെയൊന്നും അല്ല. ചിലപ്പോൾ നിന്റെ അടുത്ത് അവർ ചെയ്ത ദുഷ്ടത്തരത്തിനൊക്കെ പകരം ചോദിക്കാനേ പടച്ചോനായിട്ട് പറഞ്ഞു വിട്ടതായിരിക്കും എന്നെ. നീ എവിടെ ജോലി ചെയ്യുന്നുണ്ട് പറഞ്ഞു? ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്? അല്ല, അന്ന് പോയിട്ടില്ല. ഉമ്മാക്ക് വയ്യാണ്ടിരിക്കുകയാണേ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് തിരിച്ചു വരിക ഞാൻ. ആ ആ സമയം കുറേ ആയില്ലേ? ഞാൻ എന്നാൽ പോകാൻ നോക്കട്ടെ. ഞാനും റുക്കിയത്താത്തയും കൂടിയിട്ടേ ഒഴിപോലെ നിന്റെ വീട്ടിലേക്ക് വരാം. ആ ശരി കേട്ടെന്നാ. ആ